റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടമിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക www.glitzindia.in സൈറ്റ് ഐ ഡി. ടോപ്പ് ബോട്ടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ഈ ദുപ്പട്ട സെപ്പറേറ്റ് ആണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ദുപ്പട്ടയാണ് ഇതിനോട് പേർ ചെയ്തിരിക്കുന്നത്. ടസർ ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ദുപ്പട്ട പേർ ദുപ്പട്ട ഇല്ലാതെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇതിൻ്റെ മാച്ചിങ് ഇത് കണ്ടോ സ്ലീവ്സിലെ വർക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനൊരു റേറ്റ് നമുക്ക് കുറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. ടോപ്പ് ആൻഡ് ബോട്ടം ആകുമ്പോൾ ദുപ്പട്ട ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. 1250 റേഞ്ചിലാണ് വരുന്നത്. വിത്തൗട്ട് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു കോട്ട് സെറ്റ് പോലെ യൂസ് ചെയ്യാം. സിമ്പിൾ എലഗൻ്റ് ആണ്. സോഫ്റ്റ് ഫിനിഷിലുള്ള ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. സെയിം ഫാബ്രിക്കിൽ തന്നെ ബോട്ടം വന്നിട്ട് അതിന് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ചെയ്തേക്കുന്നത്. വൺ സൈഡ് പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഒരു കോട്ട് സെറ്റ് പോലെ വെയർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആക്കണമെങ്കിൽ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ദുപ്പട്ട നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതുപോലെ ദുപ്പട്ടയായിട്ട് വെയർ ചെയ്താൽ ആ ഒരു സ്റ്റൈലിൽ. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു ദുപ്പട്ട എടുത്തിട്ടാണ്. ഏത് ദുപ്പട്ട വേണമെങ്കിലും ഇതിനോട് പെയറാവും. ഈ ഒരു കളർ കോമ്പിനേഷനിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാതെ നിങ്ങൾക്കൊരു വൈറ്റ് ദുപ്പട്ടയോ അല്ലെങ്കിൽ ഈ ഒരു പിങ്കോ ഗ്രീനോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. മൾട്ടി കളേർഡ് ദുപ്പട്ട നമ്മൾ ചെയ്യാറില്ല. ആ ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ മാച്ചായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. 38 to 44 സൈസാണ് അവൈലബിൾ. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു അക്വാ ബ്ലൂ അല്ലെങ്കിൽ അക്വാ ഗ്രീൻ എന്ന് പറയാവുന്ന കോമ്പിനേഷനാണ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ പീച്ച് കളറാണ്. പീച്ച് കളറിൽ കോമ്പിനേഷൻ കണ്ടോ, ഇതുപോലെ ഗ്രീനൊക്കെ വന്നിട്ടുള്ള സ്ലീവ്സാണ് വന്നത്. ഇത് നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ആയിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു ദുപ്പട്ട ഇവിടെ നിന്ന് എടുത്തേക്കുന്നത്. 310 ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത്. ഈ ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വരുന്നതല്ല കേട്ടോ. ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് 1250 ആണ്. ഈ ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ 2-3 കളർ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഫോട്ടോസ് സൈറ്റിൽ ആഡ് ചെയ്തേക്കാം. അതും കൂടെ നിങ്ങൾക്ക് ഈ സെറ്റിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സെറ്റിൻ്റെ കൂടെ ഇതുപോലെ മാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. 3150 ആണ് ദുപ്പട്ടയുടെ റേറ്റ്. ടോപ്പ് ബോട്ടം വരുന്നത് 1250 റേറ്റ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ഒരു പ്ലാറ്റിനം ഷിഫോൺ ഫാബ്രിക്കിലാണ് ലൈനിങ് വെച്ചിട്ടാണ് ടോപ്പും ബോട്ടവും ചെയ്തേക്കുന്നത്. സൂപ്പർ ആയിട്ടാണ് ഔട്ട്ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കണ്ടോ, ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ ടോപ്പ് ആൻഡ് ബോട്ടം. ഇത് നിങ്ങൾക്ക് ദുപ്പട്ട ഇല്ലാതെ ഇങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. സ്ലീവ്സിൽ മാത്രം വർക്ക്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ദുപ്പട്ടയാണ്. ഗ്രീൻ ഇതിനകത്തുണ്ട്. ഈ വർക്കിൽ ഗ്രീൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രീൻ പെയർ ചെയ്തു. പിന്നെ ബ്ലൂ ആൻഡ് ഗ്രീൻ നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദുപ്പട്ട നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 310 ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരിക. 1250 ആണ് ടോപ്പ് ബോട്ടമിൻ്റെ റേറ്റ് വരിക. അല്ലാതെ നിങ്ങൾക്ക് ഇനി വേറെ ദുപ്പട്ട വേണമെങ്കിൽ ഇതാ ഇങ്ങനെ പറയാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ദുപ്പട്ടാസ് ഉണ്ടാവുമല്ലോ. ഒരു റിച്ച് ഒരു ടസർ ദുപ്പട്ട അല്ലെങ്കിൽ അങ്ങനെ നല്ല കുറച്ച് ക്വാളിറ്റി നല്ലൊരു ദുപ്പട്ട ഇട്ടാൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് വെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ദുപ്പട്ടയും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതും ഇതിൻ്റെ കൂടെ മാച്ചായി പോകും. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും സിംപ്ലി ഒന്ന് നെക്കിലൊക്കെ ഇട്ടാലും എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഔട്ട്ലുക്ക് വരിക. നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ കണ്ടോ, നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക്. ഇതിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദുപ്പട്ടയും കൂടെ പർച്ചേസ് ചെയ്യാം. വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം സ്ട്രെയിറ്റ് പാൻ്റാണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് സ്ലീവ്സിൽ മാത്രം വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഈ ദുപ്പട്ട വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. ഇത് നല്ലതാണ്. കയ്യിലുള്ള ഏതെങ്കിലും ദുപ്പട്ട പെയർ ചെയ്താലും നല്ലതാണ്. ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനോ അല്ലെങ്കിൽ സെയിം കോമ്പിനേഷനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും ഔട്ട്ലുക്ക് വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. ടോപ്പ് ആൻഡ് ബോട്ടം സെപ്പറേറ്റും ദുപ്പട്ട സെപ്പറേറ്റും ആണ് കേട്ടോ. 310 ആണ് ദുപ്പട്ടയുടെ റേറ്റ്. 1250 ആണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് ഇത് ബുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അതർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.